ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇന്ന് എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല ആക്ച്വലി. കാരണം ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് രാവിലെ എണീച്ച് നമ്മൾ കിച്ചണിലേക്ക് വന്ന് നോക്കി. അമ്മ ഉച്ചക്കേക്കുള്ള അച്ഛന് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ വെക്കുന്ന പരിപാടിയിലായിരുന്നു. വെണ്ടക്ക ലേഡി ബട്ടറോ? അതേതാ ബട്ടർ? കിച്ചണിൻ്റെ പാട്ടാ. ആ ഷുട്ടൂനെ കുറച്ച് കൊഞ്ചിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചായ വെക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും ഇതാ മാമനും മമ്മിയൊക്കെ എണീച്ച് വന്നിട്ടുണ്ട്. അവരെവിടെയോ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പോവും. മെയിനായിട്ടുള്ള മാമൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഷുട്ടൂനെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആളിങ്ങനെ ഞെക്കി പിഞ്ഞോണ്ടേ ഇരിക്കും. ആൾക്കാർക്ക് അങ്ങനെ പിടിക്കുന്ന ഇഷ്ടമേ അല്ല. അപ്പോൾ അങ്ങനെ ഇതാ ചായയൊക്കെ വെച്ച് കഴിഞ്ഞു. നമുക്കിന്ന് പുട്ടും ഫിഷ് കറിയും ആയിരുന്നു. നമുക്ക് ഇന്നലത്തെ ഫിഷ് കറി ഉണ്ട്, പിന്നെ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം, ഷുട്ടൂനാണെങ്കിലും. അപ്പം അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവരും എല്ലാം പോകാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ചായയുടെയും പരിപാടിയും എല്ലാം കഴിഞ്ഞ്, എനിക്ക് ആക്ച്വലി ഇന്ന് കുറച്ച് ഷൂട്ടും പരിപാടിയെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം അച്ഛനും അമ്മയെല്ലാം ഒന്ന് പുറത്ത് പോയിട്ടുള്ളത്. അപ്പം ഞാനൊന്ന് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പേരിയെല്ലാം ആക്കേണ്ട പരിപാടിയുണ്ട്. വൈകുന്നേരം നമ്മളൊന്ന് ബീച്ചിൽ പോകണം എന്നുള്ള പ്ലാൻ ഉണ്ട്. നടക്കോ ഇല്ലയോ എന്നറിയില്ല. കാരണം ഇവർ ഓരോ സ്ഥലത്ത് പോക്കും വരുത്തുമായിട്ട് ഫുൾ ഓഫ് തിരക്കാവുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് പണി ഉള്ളതുകൊണ്ട് ഞാൻ ഷുട്ടൂനൊന്ന് ടി വി ഒക്കെ വെച്ച് കൊടുത്തോളൂ, കൊക്കമെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുക്കിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഒന്ന് ചെയ്യട്ടെ. അച്ഛനും പോയോണ്ട് പിന്നെ എനിക്കൊരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെറുതായിട്ട് ഷുട്ടൂന് കുറച്ച് സമയം ടി വി അവിടെ വെച്ച് കൊടുത്ത് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി. പിന്നെ കോട്ടപ്പയറാണ് നമുക്ക് വറക്കുന്നുണ്ടായിരുന്നത്. കോട്ടപ്പയർ നിങ്ങളടുത്ത് ചിലപ്പോൾ വലിയ പയർ എന്നൊക്കെ പറയുന്നുണ്ടാവും, നമ്മൾ കോട്ടപ്പയർ എന്നാണ് പറയൽ. അപ്പോൾ അവൾക്ക് ഞാൻ ടി വി വെച്ച് കൊടുത്തുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച്, എനിക്ക് വെണ്ടക്ക കറി അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉപ്പേരിയും മീൻ ഫ്രൈ ആക്കേണ്ട പണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഫിഷ് കറി അമ്മ വന്നിട്ട് ആക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. നമ്മൾ ഈ മാമ്പും കാമ്പും ഉണ്ടല്ലോ, ഈ വാഴയുടെ കാമ്പും പിന്നെ കൂമ്പൊക്കെ, അതൊക്കെ മുറിച്ചിട്ടിട്ടാണ് നമ്മൾ കട്ടിംഗ് ബോർഡ് ഇങ്ങനത്തെ ഒരു കളറിലിരിക്കുന്നത്. അല്ലാണ്ട് ചീത്തയായതല്ല, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അത് ഫുള്ള് കറയാണ്. നമ്മൾ ആ കൂമ്പ് മുറിച്ചിട്ട് അതിൻ്റെയൊക്കെ കറ. ഞാനാകുമ്പോൾ എപ്പോഴും എനിക്ക് ബോർഡ് തന്നെ വേണം കട്ട് ചെയ്യാനൊക്കെ. അപ്പം ഞാനെപ്പോഴും ആ സാധനമാണെങ്കിലും അതിൻ്റെ മേലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാനിതാ പയറൊക്കെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നോർമൽ സാധനം ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് കുറച്ച് വയ്ക്കും. തേങ്ങ ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ മെഴുക്കുരട്ടിയാണെങ്കിൽ തേങ്ങ ഇടില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് വേവുള്ള ഐറ്റംസിനെല്ലാം ലാസ്റ്റിലാണ് തേങ്ങ ഇടുക. എന്നാൽ മാത്രമേ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് നമ്മൾ കുക്കായി പോവും. അപ്പം ലാസ്റ്റ് തേങ്ങയിടാന്ന് വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പേരി അടുപ്പത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കണം. നമുക്ക് ഇന്ന് ഈ മീനോ കിട്ടിയിട്ടുണ്ട്. പിന്നെ അയിലുണ്ട്. ഇതിൻ്റെ പേര് അമ്മ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിളിമീനില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടൈപ്പ് കിളിമീൻ എന്നൊന്നല്ല ഇവിടെ പറയാം. എന്താ പറയാൻ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിടാം.
അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. നമ്മൾ ഇതിനകത്ത് ഓൾറെഡി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടതാണ്. ജസ്റ്റ് ഒന്ന് ഇതിട്ടിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയുണ്ട്. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ വെളുത്തുള്ളി ഒരു അല്ലിയോ അല്ലെ രണ്ടല്ലിയോ തന്നെ ഇട്ടാൽ തന്നെ നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫിഷ് ഫ്രൈക്കെല്ലാം. ഞാനിപ്പം ഇത്രയും മീനുള്ളൂ, അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെന്തായാലും കുറച്ച് സമയം ഒന്ന് പിടിക്കട്ടെ. ഇന്ന് ഫുൾ ഓഫ് നമുക്കൊരു മഴക്കാറുണ്ട്. ഞാൻ നോക്കുമായിരുന്നു മഴ പെയ്താൽ തുണി മൊത്തം നനയും. അതിങ്ങനെ നോക്കിയിരിക്കുന്നു. ഫുൾ ചളിയാ റോഡിലൊക്കെ. ഓ ഫുള്ള് കുടിച്ചാ? ഫുള്ള് കുടിച്ചാ? അപ്പോൾ ഫിഷ് ഫ്രൈയും കൂടി ആയാൽ ഏകദേശം നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പറഞ്ഞത് കൊട ചൂട് പറഞ്ഞില്ലേ? നോക്കിയ ഒന്ന് സ്മൈലൊക്കെ കൊട ചൂടിയിട്ട് സ്മൈൽ ചെയ്താൽ മതി. അയ്യട കള്ള ഇജ്ജര കള്ള ആ അമ്മേ സ്മൈൽ ഇങ്ങനെയല്ലേ പിടിക്കുക. സ്മൈൽ പറയുമ്പോൾ ചിരിക്കല്ലേ വേണ്ടേ? ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ട് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി. ഇതൊക്കെ നമ്മുടെ ന്യൂ അറൈവലായിട്ടുള്ള സംഭവങ്ങളാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുള്ള ആൾക്കാരാണെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ എന്തായാലും ഷൂട്ടിംഗ് പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഓ പൊന്നെവിടെയാ പോയേ? മുഖത്തൊച്ച. ഇതെന്തല്ല തിന്നേ നീ? ബിസ്ക്കറ്റാ? ഇനി എപ്പോഴാ ചോറ് തിന്നുവാ? ഹാപ്പി ബർത്ത്ഡേ കേക്ക് തിന്നിനി. ഇനി എങ്ങനെ ചോറ് തിന്നുക? ഡോണ്ട് ടച്ച്. അമ്മ ഇതൊന്നും എടുത്ത് വെച്ചോട്ടെ പ്ലീസ്. എങ്ങി തന്നെ അമ്മൻ്റെ കവർ കണ്ടിനോ? ഓ അത് കഥയിലെ കോയപ്പൂപ്പൻ കൊക്കരക്കോ. എന്നിട്ട്
അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഷുട്ടൂപ്പിനെ ഉറക്കി. ഫുഡ് കഴിക്കുന്നത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ആക്ച്വലി ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമേ ഞാൻ മറന്നുപോയി. ഇതാണ് ഈടെയായിട്ടുള്ള ഭയങ്കര പ്രശ്നം. അതാണ് വ്ളോഗിൽ കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ലാത്ത. അങ്ങനെ ഇതാ നമ്മൾ ഉറക്കമൊക്കെ എണീച്ച് പിന്നെ ചായയൊക്കെ കുടിക്കാനിരുന്നു. ഷുട്ടു ഉറങ്ങി എണീച്ചതിന് ചെറിയൊരു മൂഡ് ഓഫിലായിരുന്നു. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സിനിമ കാണാൻ പോകാമെന്ന്. ഗേൾസ് ഓൺലിയാണ്, നമ്മൾ മൂന്നാളും മാത്രമേ ഉള്ളൂ. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. നവരാത്രീൻ്റെ പരിപാടി ഉണ്ട് അമ്പലത്തിൽ, അതുകൊണ്ട് അമ്മ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായി 6 മണീൻ്റെ ഷോയ്ക്ക് നമ്മൾ മട്ടന്നൂര പോകുന്നുണ്ടായിരുന്നു. സഹീനയിൽ പോയിട്ട് ലോക കാണാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ദിവസമായി കാണണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ പോകാനും സമയം കിട്ടിയിട്ടില്ല. എന്തൊക്കെയോ തിരക്കും കാര്യമൊക്കെ ആയിപ്പോയി. കുഞ്ചു ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ലോക. പിന്നെ അവൾ എന്തായാലും എൻ്റെ കൂടെ വരും, അവൾക്ക് സെക്കൻഡ് ടൈം ഒന്നും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. അതിനിതാ നമ്മൾ മട്ടന്നൂരെത്തി. നമ്മൾ ഫിലിം തുടങ്ങുമ്പോഴേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് ടൈമിലേക്ക് കൊണ്ട് തന്നെ നമ്മളെത്തി. അതിനിതാ പടം തുടങ്ങിയിട്ടുണ്ട്. എനിക്കെന്തായാലും ഓവറോൾ നല്ല ഇഷ്ടപ്പെട്ടു പടം. ഭയങ്കര ഒരു വെറൈറ്റി ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. മലയാളത്തിൽ ഭയങ്കര ഒരു നല്ലൊരു വെറൈറ്റി മൂവി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പം തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഇവൾക്ക് അമ്മേനെയും അച്ഛനൊക്കെ അമ്പലത്തിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഷുട്ടൂന് കുറച്ച് കോൾഡും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴി ഒന്ന് മരുന്നൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വേറെ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാവരെയും കൂട്ടിയിട്ട് പിന്നെ ഒരു ദിവസം വന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പം കുറച്ചും കൂടി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ബ്ലോക്കും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ എത്തിയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഏട്ടനും ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളതായതുകൊണ്ട് പിന്നെ ആളും ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എന്തായാലും എന്നെ കൊണ്ടുപോകണമെന്ന് അവളുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വന്നു. പെട്ടെന്ന് ഒരു എന്തായാലും ഒരു 2 മണിക്കൂറിന് മേലിൻ്റെ പടം തോന്നുന്നു. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഗേറ്റ് തുറക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗേറ്റ് തുറക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവന് കമ്പനി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. എല്ലാവരും നമ്മൾ വരുമ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ലോകയൊക്കെ കണ്ടു. ഞാൻ കുറേ നാളായിട്ട് കാണണം എന്ന് വിചാരിക്കുന്നതായിരുന്നു. ഇന്ന് പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് പോയതാണ്. അടിപൊളി മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കല്യാണി പ്രിയദർശന് ഒരു രക്ഷയില്ല, ആക്ടിങ് കിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും എനിയിപ്പോൾ ഒന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറട്ടെ. എനിക്ക് ഫുഡ് കഴിക്കണം, ഷുട്ടൂന് ഫുഡ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഉറങ്ങാൻ നോക്കുന്ന നമ്മളിപ്പോൾ ഷുട്ടൂപ്പ് ഇതാ ഇവിടെ കിടന്നിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല, എപ്പോഴാണ് ഉറങ്ങാമെന്നൊന്നും അറിയില്ല. പിന്നത്തെ ദിവസം പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം നമ്മൾ ഫിലിം കാണാൻ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തായാലും അതുവരെ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ പറ. ഓക്കെ ബൈ. ഓ ഇതൊന്നും നീ എന്താ എലക്ഷൻ എടുക്കാൻ പോന്നു. ഓക്കെ ബൈ.